നമ്മളിപ്പോൾ നമ്മൾ ഒളിച്ചോട്ട് വ്ളോഗാണിത്. അപ്പോൾ വന്നിട്ട് നമ്മൾ ഒളിച്ചോടാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് വിചാരിച്ചത് നമുക്ക് വിശക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്ക് കടയിൽ പോയി ചായ മേടിച്ച് കുടിക്കാനാണ് ഗൈസ്. നമ്മളെ ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ കടയിൽ ആരും ഇല്ല, എന്നാലും ഇവിടെ നിറയെ പലഹാരങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ട്. സോ വന്നിട്ട് നമ്മളൊരു ചായയും നമ്മൾ മേടിച്ചു. സോ ഗൈസ് നമ്മൾ സാധാരണ ഒരു കട്ടനാണ് കുടിക്കുന്നത്. നമ്മൾ പോകാനുള്ള ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നാളെ വരുന്നേരം വരെ ഒരു ചായ കുടിക്കാൻ ചോടാനുള്ള ബസ് വന്നു. സോ ഗൈസ് ഇപ്പോൾ ബസ് വന്നു. നമ്മുടെ വണ്ടിയിൽ കയറി ഫസ്റ്റ് ടൈമാണ് ഒരു സ്ലീപ്പർ ഇങ്ങനെ ബസ്സിൽ പോകുന്നത്. ആൻഡ് ഇത് ഞാൻ എൻ്റെ കൂടെ ഒളിച്ചോട് നിൽക്കേണ്ട സീറ്റാണ്. ആള് കയറിയിട്ടുണ്ട്. ഞാൻ ഒളിച്ചോട് വരുന്ന ആറോടെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. അതൊരു സർപ്രൈസാണ് ഗൈസ്. ഞങ്ങളങ്ങനെ ഒരുമിച്ച് അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം കുറേ നേരമായി നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പുറത്തേക്കൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടിയിൽ നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പിന്നെ പുറത്ത് നമ്മൾ നോക്കിയപ്പോഴാണ് കണ്ണൂരെത്തിയിരിക്കുന്നു ഗൈസ്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കയറിയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കുലുക്കൊക്കെ അങ്ങായി ആകെ അലങ്കോലപ്രകൃതമായി ക്ഷീണമായി. പിന്നെ ഇടയ്ക്ക് 2 ലേസൊക്കെ തിന്ന് അങ്ങ് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് നേരം സുഖമായി ഉറങ്ങി. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എത്തിയിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്തേക്കാണ് ഒളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ കൂട്ടാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിന്ന് ഒരാളുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പോവാണ് ഗൈസ്. എന്നിട്ട് പിന്നെ ഇൻസ്റ്റൻറ്റിൽ എൻ്റെ കൂടെ വരുന്ന ആൾ. ആൻഡ് ഇതിപ്പോൾ റിവീൽ ചെയ്യാനായിട്ടില്ല. സോ ഗൈസ് രാവിലെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ നല്ലൊരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനെ ഹായ് കൊടുത്തു. അങ്ങനെ നമ്മളോട് നിന്നപ്പോൾ നമ്മളെ നോക്കിയതാ അവിടുത്തെ മെയിൻ ആൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ എല്ലാവരും കൺഫ്യൂഷനാണ് ഞാൻ ആരുടെ കൂടെയാണ് എവിടെയാണ് എന്താണെന്നൊക്കെ. ആക്ച്വലി കുറച്ച് ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടായിൻ്റെ വീട്ടിലാണ്. അപ്പം എല്ലാവരും സർപ്രൈസ് ഞെട്ടിയില്ലേ. അപ്പോൾ ആരുടെ കൂടെ വന്നെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ ഞെട്ടലാണ്. സോ നോ വറീസ് ഗൈസ്. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ ഒന്ന് ജസ്റ്റ് ഫേസൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും 2 ഡേയും. കാരണം നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞാൻ ഒളിച്ചോടി വന്നിരിക്കുന്ന വീട്ടിലേക്കാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് എന്നെ അറിയാവുന്നവർക്ക് അറിയാത്തവർക്ക് കുറേ ഡൗട്ടായിരിക്കും. ഇപ്പം ഇത് ഇവിടെ എവിടെ എങ്ങോട്ടൊക്കെയാണ് പോയേക്കുന്നത് കിട്ടുമ്പോൾ അങ്ങോട്ടൊക്കെ ആയിട്ട് എന്ന് വയ്ക്കുക. അപ്പം ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ആരുടെ കൂടെ എന്തിനാണ് എങ്ങോട്ടൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. ആൻഡ് ഇതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഗൈസ് എന്താ പറയാനുള്ളത്, ഇവിടെ നല്ല ചൂടാണ്, വളരെ നല്ല ചൂടാണ്. സോ നമുക്ക് കാണാം ഞാൻ ആരുടെ കൂടെ വന്നത് എന്തിനാണ് വന്നേക്കുന്നത്. ടൈമാണ്. ഇതാണ് ഞാൻ ഒളിച്ചോടി വന്ന മുതൽ. അമ്മച്ചി ഹായ് പറ. ഹായ്. എൻ്റെ അമ്മയാണ് ഹായ്. നമ്മൾ ഒളിച്ചോടി വന്നിരിക്കുന്നത് എന്താ അമ്മച്ചി, ഇതാണ് അങ്കമാലി അമ്മ. ഇനി കുറേ അമ്മമാരും കുറേ അപ്പച്ചന്മാരുണ്ട്. അത് അപ്പച്ചൻ ഇത് എൽദച്ചേട്ടൻ ഹായ് പറ. അപ്പം ഇങ്ങോട്ടേക്കാണ് ഞാൻ ഒളിച്ചോടി. സോറി അപ്പച്ച ഹായ് പറഞ്ഞേ. ഇങ്ങോട്ടേക്കാണ് അപ്പം ഞാൻ ഒളിച്ചോടി വന്നിരിക്കുന്നത്. ഒളിച്ചോടി വന്നതല്ല, ഞങ്ങൾ ഇവരെ കാണാനായി വന്നതാണ് അല്ലേ. അമ്മച്ചിക്ക് നാണം വരുന്നു. നമ്മൾ ഇവരെ കാണാനാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇപ്പോൾ കണ്ടത് എന്തുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കൂടെ അല്ലേ അമ്മ ആരാണിത്, കുട്ടിമാൻ്റെ ഉണ്ടായിരുന്നു അല്ലേ. കുട്ടിമാൻ്റെയും ഞാനും അമ്മച്ചിയും കൽപ്പക ബസ്സിനാണ് ഇവിടെ വന്നത്. ഫ്ലാഷ് ബാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നത് അയ്യോ അമ്മച്ചിയും കുട്ടിമാൻ്റെ. ശരി പറ കുട്ടിമാൻ്റെ ഹായ് പറ. ഹായ് അമ്മ. ഇത് അമ്മ, അത് കുട്ടിമാൻ്റെ. 2 പേരുടെ കൂടെയാണ് ഞാൻ ഒളിച്ചു വിടുന്നത് ഗൈസ്. നമ്മളങ്ങനെ വന്നാണ് നമുക്ക് അമ്മച്ചി നല്ല ചൂട് കട്ടൻ കാപ്പിയൊക്കെ ആക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ രാവിലെ തന്നെ കട്ടൻ കാപ്പി കുടിച്ചിട്ട് വീണ്ടും ഉറങ്ങാനുള്ള ഒരു ആക്രാന്ത മൂഡിലാണുള്ളത്. നമ്മളൊന്ന് കട്ടറൊക്കെ കുടിച്ചു. അമ്മ കടക്ക് ഹായ് പറ. അതാ എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ കൂട്ടണം ഉറങ്ങുന്നു. അമ്മ സോ ഗൈസ് ബൈ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.